പക്ഷെ അതിനുശേഷം നമ്മുടെ സന്തോഷം കുറഞ്ഞ് അങ്ങ് പോവുക. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ആദ്യം ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ജിസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്? എന്താ വാട്ട്സ് പർപ്പസ്? എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ കരുതി തന്നെ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ പ്രഷറുമായിട്ടുള്ള ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ വന്ന് പേയ്മെൻറ്റ് തന്നതിന് ശേഷം പിന്നെ ആ വ്യക്തിക്ക് ഒരു അഡീഷണൽ സ്ട്രെസ്, കാശ് പോയല്ലോ എന്ന് വിചാരിക്കാൻ നമ്മുടെ ഇടവരുത്തി. അപ്പോൾ നമ്മുടെ അതാത് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എല്ലാവരും യൂണീക്കാണ്. എല്ലാവരും യൂണീക്കാണ്. എല്ലാവരിലും ശക്തമായ ഒത്തിരി കഴിവുകൾ കിടപ്പുണ്ട്. ആ കഴിവുകൾ കണ്ടെത്തുക. നമ്മളിപ്പം മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ മെൻ്റൽ ഇൽനെസ്സിലേക്ക് ലീഡ് ചെയ്യത്തില്ല. നമ്മൾ പറയുമല്ലോ, രോഗം ഉണ്ടായിട്ട് ചികിത്സിക്കുന്ന രോഗം ഉണ്ടാകാതിരിക്കുക. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിൽസ് ജോസഫ്. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റു പല രാജ്യങ്ങളിലേക്കും കുടിയേറുന്നത് നല്ലൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയാണ്, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ്. നമ്മളെ രാജ്യങ്ങളിലേക്ക് പോകുന്നു, നമ്മൾ ജോലി കണ്ടുപിടിക്കുന്നു, വിവാഹം കഴിക്കുന്നു, വീട് മേടിക്കുന്നു, പിള്ളേരുണ്ടാകുന്നു, വണ്ടി മേടിക്കുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്തു. പക്ഷെ അതിനുശേഷം നമ്മളുടെ ജീവിതം ഇത്തിരി മിസറബിളായി പോകുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മൾ ഉദ്ദേശിച്ച സന്തോഷവും അല്ലെങ്കിൽ അതേപോലെ ഒരു ഫാമിലി ലെഗസിയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയൊരു പ്രശ്നമായിട്ട് തീരാറുണ്ട്. നമുക്ക് ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ലെഗസി ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള സന്തോഷം നമ്മൾ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഫാമിലി ലെഗസിയും അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്തത്. നമുക്ക് എല്ലാം ഉണ്ട്. ഇവിടെ വീടുണ്ട്, പിള്ളേരുണ്ട്, വണ്ടിയുണ്ട്, ജോലിയുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ഒരു സന്തോഷം, ഒരു ആനന്ദം നമ്മളിലേക്ക് വരുന്നില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മളിലുള്ള സ്ട്രെസ്സും അതേപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുമാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൗൺസിലിംഗ് ചെയ്യുന്ന ജോണി ചേട്ടനാണ്. ജോണി ചേട്ടൻ നമസ്കാരമുണ്ട്. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു. ജോണി ചേട്ടന് മെൽബണിലാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ? അതെ. കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നത്. അതെ. നാട്ടിലെവിടുന്നാണ്? നാട്ടിൽ ഞാൻ ആലപ്പുഴ ജില്ലയിൽ തണ്ണീർമുക്കം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ആണല്ലേ? തണ്ണീർമുക്കം എല്ലാവർക്കും അറിയാം. തീർച്ചയായും. കാരണം ഒരു ബണ്ട് ഉള്ളൊരു സ്ഥലമാണ് തണ്ണീർമുക്കം. ബണ്ട് വളരെ പ്രശസ്തമാണത്. വളരെ പ്രശസ്തമാണ്. അത് ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. ആ നമ്മുടെ കേരളത്തിലും അതേപോലെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ. പക്ഷേ ജീവിതത്തിലേക്ക് ഈ ബണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു സഹായവും ഇല്ല. ജീവിതം അവിടെ കൊണ്ട് തീരുക. അപ്പോൾ കൃത്യമായ സമയത്ത് ആ ഷട്ടർ നമ്മൾ തുറന്ന് വിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത വെള്ളപ്പൊക്കം ഉണ്ടാക്കും. അതൊരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കി വീട്ടിലൊക്കെ കയറി വീട് നശിപ്പിക്കും. അല്ലേ? നാട് നശിപ്പിക്കും. വീട് മാത്രമല്ല, നാട് നശിപ്പിക്കും. തീർച്ചയായും. തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങോട്ട് വരുന്നു, നല്ല ലൈഫിന് വേണ്ടിയാണ് വരുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ലൈഫും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ നടക്കുകയും ചെയ്യും. പക്ഷെ അതിനുശേഷം നമ്മുടെ സന്തോഷം കുറഞ്ഞ് അങ്ങ് പോവുക. അതെ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ കരുതി തന്നെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ജിസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്? എന്താണ് വാട്ട്സ് പർപ്പസ്? ഞാൻ തുടങ്ങിയത് ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയത്. കാരണം നമുക്ക് നാട്ടിലൊക്കെ വെച്ച് വലിയ ആഗ്രഹമുള്ളൂ. സിനിമയൊക്കെ കാണുമ്പോൾ എന്ത് രസമാണിത് കാണാനായിട്ട്. പല ആൾക്കാരും ഹീറോയിസൊക്കെ കാണിക്കുമ്പോൾ ഒരു രസം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ചാനൽ ഫ്രീ ആയിട്ടുള്ളപ്പോൾ നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം സീരിയസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലൊന്ന്, നമ്മൾ പലപ്പോഴും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ നല്ലൊരു ലൈഫിന് വേണ്ടി ഇവിടെ വന്നു. അതിനുശേഷം നമ്മൾ ഫോക്കസ് ഔട്ടായി. നമ്മൾ തീർത്തും നല്ലതായിട്ട് തുടങ്ങി, പക്ഷേ അവസാനം വളരെ നല്ലതല്ല. ഒരുപാട് ആൾക്കാർ ഫാമിലി ഡൈവേഴ്സിലേക്ക് പോകുന്നു. ഇവിടെ വന്ന ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാവുന്നില്ല. ഒരുപാട് സമൂഹങ്ങൾ ഇവിടെ വളരെ നന്നായിട്ട് വളരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം തുടക്കം നല്ലതായാലും അതിലേക്ക് വളരുന്നില്ല. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒന്നും നമ്മുടെ സമൂഹം ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഔട്ട് ഫോക്കസ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് ഇൻസ്പയർ ചെയ്യുക, ഫോക്കസ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്കിതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ജിസ് പ്രധാനമായിട്ടും ഇങ്ങനെ ചെയ്യുന്ന ഈ വീഡിയോകളിലൂടെ ഒന്ന് ജിസിൻ്റെ ഒരു പാഷൻ,
രണ്ടാമത്തത് ജിസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഇൻസ്പിരേഷൻ, അതെ, കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്. മൂന്നാമത്തെ പോയിന്റ് സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഈ ചെയ്യുന്ന ജോലിയും കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് സാമൂഹിക സേവന രംഗം ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ സംതൃപ്തി കിട്ടുന്ന ഒരു ജോലി ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. അത് എന്ന് ചെയ്തു തുടങ്ങണം. അങ്ങനെ ചെയ്യുന്ന ഒരു ജോലിയിൽ മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലേ നമ്മുടെ പാഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. അതെ അതെ, നമ്മൾ വളരെ നന്നായിട്ട് തുടങ്ങും ജീവിതം ഇവിടെ. ഓസ്ട്രേലിയയിലായാലും ഏത് രാജ്യത്തായാലും, ഈവൻ നമ്മുടെ കേരളത്തിലായാലും തുടക്കം വളരെ നല്ലതാണ്. പക്ഷേ അത് ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ ആഴ്ചകളും മാസങ്ങളും കഴിയുന്നതനുസരിച്ച് അതിൻ്റെ ആ സന്തോഷം കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. അതെ, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒത്തിരി മാറുന്നുണ്ട് അല്ലേ. നമ്മളൊരു പ്രവാസ ജീവിതം ഇവിടെ ആരംഭിക്കുമ്പോൾ പുതിയൊരു നാട്, പുതിയൊരു ജോലി, പുതിയ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ മറ്റു രീതിയിലുള്ള പലതും പരിചയമില്ലാത്ത കാര്യങ്ങൾ, ഡ്രൈവിങ് തന്നെ ഒരു വ്യത്യാസമാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഫ്രീ വേ കൂടിയും മോട്ടോർ വേ കൂടിയും ഒന്നും വണ്ടി ഓടിച്ചുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും പലർക്കും പല രീതികളിലാണ് ഓരോ സ്ട്രെസ് ബിൽഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ സ്ട്രെസ്സ്, ആ ബക്കറ്റ് അത് ഫില്ലാകാതെ നോക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്ട്രെസ് ബക്കറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ സ്ട്രെസ് ബക്കറ്റിനെ എങ്ങനെ ഓവർഫ്ലോ ആകാതെ, ഫില്ലാകാതെ ആ ബക്കറ്റിന് ആവശ്യത്തിന് ഹോളുകൾ ഇടണം. ഹോളുകൾ ഇടാനുള്ള ചില ടെക്നിക്കുകളുണ്ട്. അത് നമ്മൾ ആ രീതികളിൽ മനസ്സിലാക്കി നമ്മളുടെ ബോഡിയിൽ സ്ട്രെസ് ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നത് തിരിച്ചറിഞ്ഞ്, അതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ തിരിച്ചറിയുക എന്ന് പറയുന്നതും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഉറക്കമില്ലായ്മയാകാം, നമുക്ക് തലവേദന ഉണ്ടാകുന്നതാകാം, നമ്മുടെ ഷോൾഡറോ നമ്മുടെ നെക്കോ ഒക്കെ ടൈറ്റ് ആകുന്നതാകാം, നമുക്ക് ചിലപ്പോൾ ഓവർ ഈറ്റിങ്ങോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ ഒക്കെ ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫിസിക്കൽ സയൻസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അതിന് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും തേടാനായിട്ട് പറ്റും. കുടുംബം, നേരത്തെ ജിസ് സൂചിപ്പിച്ച പോലെ തന്നെ അതിനകത്ത് ഏറ്റവും വലിയ ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കുടുംബത്തിൽ നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് നമ്മുടെ സമൂഹത്തിന് നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് കൈമാറാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നൽകുന്ന സർവീസ് വളരെ പ്രയോജനപ്രദമാകും. ഈ യങ് ഫാമിലീസ് നമ്മളിങ്ങോട്ട് വന്നതിന് ശേഷം അവർ യങ് ഫാമിലി ആയിട്ടായിരിക്കും, ചിലപ്പോൾ സിംഗിളായിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഫാമിലി ആകുന്നു, ഫാമിലി ആയതിനു ശേഷം പിള്ളേരാകുന്നു. അപ്പോഴത്തേക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. കാരണം നമുക്ക് ജോലിയുണ്ട്, വീട് മേടിച്ചതിൻ്റെ മോർഗേജ് ഉണ്ട്, വണ്ടി മേടിച്ചതിൻ്റെ അതിൻ്റെ പൈസ അടയണം, പിള്ളേരെ ഡ്രോപ്പ് ചെയ്യണം, പിക്ക് ചെയ്യണം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. വേറെ ഹെൽപ്പിന് ആളില്ല. ആകെ മൊത്തം കൂടെ എങ്ങാനും ചിലപ്പോൾ ആരെങ്കിലും ബന്ധുക്കളുള്ളൊരു വളരെ കുറവാണ് ഇവിടെ. മിക്കവാറും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് ഇത് കണക്ട് ചെയ്ത് പോകേണ്ടത്. അവരെ അടുത്ത് ചോദിക്കണം, അവരുടെ ഹെൽപ്പ് മേടിക്കണം. കാരണം ഇവിടെ പേരൻസോ ഗ്രാൻഡ് പേരൻസ് ആരുമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതൊരു വലിയ വിഷയമാണ്. അതെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക? അത് ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ഡൈവോഴ്സിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഡൈവോഴ്സിനേക്കാളും കഷ്ടകരമായിട്ടുള്ള അവസ്ഥയാണ്. മിക്കവാറും വീടുകളിൽ 2 മുറിയിലാണ് താമസം. അപ്പോൾ അവർക്കൊക്കെ റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു റിസോഴ്സുകൾ നമുക്ക് അറിയത്തില്ല. നമ്മുടെ കൾച്ചർ അറിയാവുന്നവർ, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ലാംഗ്വേജ് അറിയാവുന്നവർ, നമുക്കൊരു ഇവിടെ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറയും, പക്ഷേ അതേ ലാംഗ്വേജിൽ നമ്മുടെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അതേ അർത്ഥം മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ജോണി ചേട്ടൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രോങ് സോഷ്യൽ നെറ്റ്വർക്ക് അല്ലേ, നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, അത് നമ്മളെ വളരെ നല്ലൊരു പരിധിവരെ സഹായിക്കും. അപ്പോൾ നമ്മുടെ അതാത് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് താല്പര്യമുള്ള മേഖലകൾ, ചിലപ്പോൾ ഒരുപക്ഷെ സ്പോർട്സ് ആയിരിക്കാം, ചിലർക്ക് വേറെ ഏതെങ്കിലും സ്വിമ്മിങ്ങോ അങ്ങനെയുള്ളതായിരിക്കാം, ചിലർക്ക് ഒരുപക്ഷെ മറ്റ് ഫിസിക്കൽ എക്സർസൈസ് ആയിരിക്കും. അപ്പോൾ ഏതാണോ നമുക്ക് ആഗ്രഹമുള്ള, നമ്മുടെ ഇഷ്ടമുള്ള ആ മേഖലയിലുള്ള സമാന മനസ്കരായിട്ടുള്ള വ്യക്തികളുമായിട്ട് നല്ല ഒരു സുഹൃത്ത് ബന്ധം
കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ ജിസ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വീട്ടുകാർ, നമ്മുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ ആരുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരനെ പോലെ തന്നെ ഒരുപക്ഷെ അതിലേറെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്തുണ്ട് എങ്കിൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ സന്തോഷകരമായ ജീവിതം നയിക്കണം. രണ്ടാമത്, നമ്മൾ താമസിക്കുന്ന നമ്മുടെ പങ്കാളി നമ്മളെ മനസ്സിലാക്കുകയും അവരെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പലപ്പോഴും ജിസ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം മലയാളി കുടുംബങ്ങളിലൊക്കെ ഒത്തിരി ഡൈവോഴ്സും സെപ്പറേഷനും ലീഗൽ ഫൈറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടൊരു കാര്യത്തിന് നീങ്ങുന്നത്? ഇവിടുത്തെ ലീഗൽ കോസ്റ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ടാണ്. നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ നല്ല ഭാഗം കൊണ്ടുപോയി വക്കീലിന് കൊടുക്കേണ്ടി വരും സെപ്പറേഷനിലേക്കൊക്കെ നീങ്ങുമ്പോൾ. അപ്പോൾ അതിനേക്കുള്ള സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കാതെ സന്തോഷകരമായ സമാധാനപൂർണമായ ഒരു ജീവിതം ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ മാനസിക സമ്മർദ്ദം കൃത്യമായ രീതികളിൽ മാനേജ് ചെയ്യാനായിട്ട് അറിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ സഹായങ്ങൾ വേണ്ട സമയങ്ങളിൽ തേടാത്തത് കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ അവസാനം ഒരു കൊണ്ട് കലം പൊട്ടിക്കുക. ആ കലത്തിനകത്ത് വെള്ളം നിറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് ഊറ്റാവുന്ന സംവിധാനങ്ങളിലൂടെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഓസ്ട്രേലിയയിൽ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒത്തിരി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നമ്മുടെ തന്നെ കാണുന്ന GP ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊരു സഹായം ആവശ്യമുണ്ട്, ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ GP മെൻ്റൽ ഹെൽത്ത് കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്തു. ആ മെൻ്റൽ ഹെൽത്ത് കെയർ പ്ലാനുമായിട്ട് സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് ആയിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഏക്കിലേക്ക് വന്നാൽ അവരെ സഹായിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ നമുക്ക് ബൾക്ക് ബില്ലിങ്ങിൻ്റെ സംവിധാനമുണ്ട്. അപ്പോൾ അവർ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവർക്കും DSP പെൻഷൻ ഹോൾഡേഴ്സിനും ഇവിടെ നമ്മൾ ഗ്യാപ് ഫീ ഒന്നും മേടിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ പ്രഷറുമായിട്ടുള്ള ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ വന്ന് പേയ്മെൻറ്റ് തന്നതിന് ശേഷം പിന്നെ ആ വ്യക്തിക്ക് ഒരു അഡീഷണൽ സ്ട്രെസ്, കാശ് പോയല്ലോ എന്ന് വിചാരിക്കാൻ നമ്മുടെ ഇടവരുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ 2011 പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ നാൾ മുതൽ എനിക്കൊരു കാരണമുണ്ട്, സ്ട്രെസ് ഞാൻ കാരണം വേറൊരാൾക്കുണ്ടാവില്ല. അതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ ഇപ്പോൾ നമ്മളിത് വരുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ പോകാതിരിക്കാൻ മെയിൻ കാരണങ്ങളിലൊന്ന് നിങ്ങൾ എന്തുമാത്രം കോൺഫിഡൻസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ എന്താ പറയുക, കമ്പനി കൂടുമ്പോൾ അവിടെ പോയി വെള്ളം അടിക്കുമ്പോൾ ഈ അറിയാതെ പറയുമോ, അതൊരു വലിയ വിഷയമാണ്. കാരണം ജോണി ചേട്ടൻ ഒരു മലയാളിയാണ്. തീർച്ചയായിട്ടും കമ്പനികളുണ്ട്, കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ട്, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദർ ഉണ്ട്, പിള്ളേരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സംഭവം അവിടെയൊക്കെ ചെല്ലുമ്പം പൊങ്ങച്ചം പറയുമോ, ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം കോൺഫിഡൻസ് ആണ് വലിയ വിഷയം. തീർച്ചയായിട്ടും. ജീവൻ വെച്ചുള്ള കളിയാണ്. അതെ. നമ്മുടെ ജീവിതം വേറൊരാൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കില്ല. തീർച്ചയായിട്ടും. അവിടെയാണ് ജിസ് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മലയാളികളിൽ ഇത് വിമുഖത കൂടുതലുണ്ട്. ഒരു മലയാളിയോട് തന്നെ ചെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുവോ, അറിഞ്ഞോ അറിയാതെയോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും. പക്ഷേ നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് കൃത്യമായ രീതികളിൽ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം നമ്മൾ ചെയ്തിട്ടാണ്, പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ പങ്കാളിയോടോ അവരുടെ കുട്ടികളോടോ സമൂഹത്തിലുള്ള മറ്റു വ്യക്തികളോടോ ഒന്നും നമ്മൾ നമ്മുടെ ഈ പ്രൊഫഷണൽ സർവീസിൽ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. പല മലയാളികളെയും ഞാൻ സഹായിച്ചിട്ടുണ്ട് പല രീതികളിൽ. പക്ഷേ അവരാരും ആ സഹായം ഏത് രീതികളിലാണ് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ എത്തിക്സാണ്. വി ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് കോഡ് ഓഫ് എത്തിക്സ്. നമ്മുടെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ സർവീസിൽ നമ്മളത് തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കും. അത് പേടിച്ചാരും എൻ്റെ ഇതിലോട്ട് വരാതിരിക്കേണ്ട. ഓക്കെ. അല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ചോദിച്ചത്, മലയാളികൾക്ക് ഒരുപാട് ആൾക്കാർക്ക് നമുക്കറിയാം ഡൈവോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതിൻ്റെ പ്രോസസ്സിങ്ങിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് ഡൈവോഴ്സ് ചെയ്യാൻ പറ്റാതെ സെപ്പറേറ്റ് റൂമുകളിലും സെപ്പറേറ്റ് വീടുകളിലും താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെല്ലാം ഭയങ്കരമായിട്ട് മാനസിക സ്ട്രെസ്സിലൂടെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ആരെയൊക്കെ അടുത്ത് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും. ആരെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് അവരെ അഭിമാനം സമ്മതിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോൺഫിഡൻസ് ആയിട്ടും ലീഗലായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുള്ള
അതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഉപകാരപ്രദമാണ് ആൾക്കാർ. തീർച്ചയായിട്ടും ഒരു ജീവിതം രക്ഷപ്പെടുന്ന കേസാണ്. തീർച്ചയായിട്ടും ഒരു ആളിലേക്ക് ഒരു നിമിഷം നേരത്തെ അയാളുടെ സന്തോഷം കൂട്ടുക, അയാളെ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനായാലും എല്ലാം ഒരേപോലെ തന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷം ആൾക്കാർ പ്രൈസ് ചെയ്യുന്ന മറ്റൊരു വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പേരൻറ്റിങ്. ആരും ഇവിടെ കൂടെയില്ല. അതെ, ഭാര്യയും ഭർത്താവും കൂടെ തന്നെത്താനെ വേണം എല്ലാവരും ഹാൻഡിൽ ചെയ്യാനായിട്ട്. കൾച്ചറലായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. കേരളത്തിലെ ആയാലും മറ്റ് രാജ്യങ്ങളിലായാലും കൾച്ചറുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാട്. പിന്നെ ഈ കാലഘട്ടത്തിലുള്ള വ്യത്യാസം, പേരൻറ്റിങ് ഭയങ്കരമായിട്ട് നമ്മുടെ മലയാളികൾ അനുഭവിക്കുന്നുണ്ട്. പിള്ളേർ പറഞ്ഞാൽ കേൾക്കുകയില്ലെന്ന് പറയുന്നു. പലരും പഠനം കണ്ടിന്യൂ ചെയ്യുന്നില്ല, ജോലിക്ക് കയറുന്നില്ല. പലരും പ്രായമായെങ്കിലും ഇതേപോലെ തന്നെ വിവാഹ ബന്ധത്തിലേക്ക് മാറുകയോ ഒരു ഫാമിലി ലൈഫിലേക്ക് പോവുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പേരൻസ് അനുഭവിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും? അതെ, ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് പോലെ തന്നെ കപ്പിൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരൻസ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരാറുണ്ട് പലതും. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് എങ്കിൽ ഇവിടെ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിലുള്ള നമ്മളുടെ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ട്, കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു. അപ്പം അത് ഈ പ്രവാസ ജീവിതം ഇവിടെ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ബോധപൂർവം അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറ്റിയില്ല എങ്കിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകും. അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ബോധപൂർവമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമുക്ക് പരസ്പരം ഒന്ന് ഇത് ഓപ്പണപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. ആഴ്ചയിലൊരിക്കലോ അതല്ലാന്നുണ്ട് എങ്കിൽ അവരുടെ കുട്ടികളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് എത്രമാത്രം അവരുമായിട്ടൊന്ന് ഡയലോഗ് ചെയ്യാനായിട്ട് പറ്റും. അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷേ സാധ്യമാണ്. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിൽ സാധ്യമാണ് എങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടും. അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കുട്ടികൾ ഇവിടെ വളർന്ന കുട്ടികളാണ്. അവരുടെ കൾച്ചറും അവരുടെ പ്രഷറും അവരുടെ ജോലി സാഹചര്യങ്ങളും നമ്മളൊന്ന് ഈ പറഞ്ഞ പ്രായത്തിലൊന്നും ജോലി ചെയ്തിട്ടില്ല. ഇവിടെ 16-17 വയസ്സാകുമ്പോൾ കൊച്ചുങ്ങൾ ജോലി തുടങ്ങുകയാണ്. നൈറ്റും ഡേയും പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ ആ സ്ട്രഗിളിന് വേണ്ട ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അവർക്ക് നമ്മളെയും ആ രീതികളിൽ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് അവർ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് ആ ഒരു അവൈലബിലിറ്റി, ഇമോഷണലി നമ്മൾ അവൈലബിൾ ആണോ എന്നുള്ളത്. നമ്മൾ ഫുൾ ടൈം ഫോണിലാണ്. നമ്മൾ പലപ്പോഴും നമ്മുടേതായ രീതികളിലുള്ള ക്രമീകരണങ്ങളിലാണ്. ഈ പറയുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും മറ്റു കാര്യങ്ങളുടെയും റീലിൻ്റെയൊക്കെ കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് അതിലൂടെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് പ്ലഷർ നേടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുട്ടികളും ആ ലോകത്തിലേക്ക് മാറി. അപ്പോൾ അതുകൊണ്ട് അവരുടെ മൈൻഡും അതുപോലെ തന്നെയുള്ളൊരു ഒരു ഫാസ്റ്റ് റീഡിങ്ങിൽ കൂടെ പോവുകയാണ്. അപ്പം ബ്രെയിൻ അല്പം പോലും ഒന്ന് പോസ് ചെയ്യുന്നില്ല. ഈ ഇൻഫർമേഷൻസ് കിട്ടുന്നതെല്ലാം തന്നെ അവർ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പോസിങ് നടക്കാത്തത് കൊണ്ട് തന്നെ ആ കൃത്യമായ രീതിയിൽ അവർക്കത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനോ എന്നിട്ട് റെസ്പോണ്ട് ചെയ്യാനോ പറ്റുന്നില്ല. പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ, നമ്മളും കുട്ടികളും എല്ലാം റിയാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്റ്റ് ചെയ്യാതെ ഡിലേഡ് റിയാക്ഷൻ ആണ് റെസ്പോൺസ്. അപ്പം എത്രത്തോളം നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? ഒന്ന് പോസ്റ്റ് ചെയ്ത് ഇത് പറയണോ, അല്ലെങ്കിൽ ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ എന്നൊന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ആ കുടുംബജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധ്യമാണല്ലേ. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഒരു എക്സസൈസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് കാണാം പിള്ളേർ പേരൻറ്റിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ പേരൻസിന്. അത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു എക്സസൈസോ കാര്യങ്ങളോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ടിൽ ചെയ്യാവുന്നത്, നമുക്ക് തുടങ്ങുന്നത് തന്നെ ഒരു നല്ല പുഞ്ചിരിയോടുകൂടി ഒന്ന് ചിരിക്കുക. അത് കണ്ണാടിയെ നോക്കി ചിരിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയോ കുട്ടികളെയോ നോക്കി ചിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ ബ്രെയിൻ സെറ്റ്സിലേക്ക് അത് ഓക്കെ, ഐ ആം ഹാപ്പി. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ഡീപ്പ് ബ്രീത്തിങ്. പല രീതിയിലുള്ള വീഡിയോകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഡീപ്പ് ബ്രീത്തിങ്, സ്ലോ ബ്രീത്തിങ്, ബോക്സ് ബ്രീത്തിങ്, ഇങ്ങനെ പല ബ്രീത്തിങ് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നത് 4-7-8 എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. അതെങ്ങനെ ചെയ്യുന്നത്? അപ്പം അത് നമ്മൾ 3 കാര്യങ്ങൾ ആദ്യം ചെയ്യണം, ശ്രദ്ധിക്കണം. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് സാധ്യമാണെങ്കിൽ നമ്മൾ പുറത്തിരിക്കുക, ഫ്രഷ് എയർ കിട്ടട്ടെ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സ്പൈൻ സ്ട്രൈറ്റ് ആവുക. ഇങ്ങനെ ഇരുന്നിട്ട് ബ്രീത്തിങ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. മൂന്നാമതൊരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡർ അല്പം വൈഡ് ആകുക. അപ്പോൾ നമ്മുടെ ലങ്സിനകത്തേക്ക്
നല്ല ഫ്രഷ് എയർ കയറും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 4 സെക്കൻഡ്സ് പതുക്കെ ബ്രീത്ത് ഇൻ, പിന്നെ ഒരു 7 സെക്കൻഡ്സ് ഹോൾഡ് ദ ബ്രത്ത്, 8 സെക്കൻഡ്സ് നമുക്ക് ബ്രീത്ത് ഔട്ട് ത്രൂ ദ മൗത്ത്, നോട്ട് ത്രൂ ദ നോസ്. 4 സെക്കൻഡ്സ് ബ്രീത്ത് ഇൻ, 7 സെക്കൻഡ്സ് ഹോൾഡ്, 8 സ്ലോലി ബ്രീത്ത് ഔട്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 4-7-8 ബ്രീത്തിങ് ടെക്നിക്സിലൂടെ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കറിയാം വി ആർ സ്ലോലി ഗെറ്റിംഗ് ബിറ്റ് മോർ റിലാക്സ്ഡ്. താങ്ക്സ് കേട്ടോ. അത് ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രെസ് ഒന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന സ്ട്രെസ് നമുക്കൊന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നോർമൽ അല്ലേ, നോർമൽ ആയിക്കോളും. കാരണം ഏതെങ്കിലുമൊക്കെ സമയങ്ങളിലായിട്ട് അതിപ്പോൾ ഒരു ബ്രീത്തിങ്ങിനും ആ സമയത്ത് തന്നെ അങ്ങനെ ഇരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ കാറിൽ ഇരുന്നിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാറിനകത്തിരുന്നാകാം, അല്ലെങ്കിൽ ബെഡ് കിടന്നുകൊണ്ടാകാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സ്റ്റിൽ കോൺഷ്യസ് ആയിട്ടൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ബ്രീത്ത് ഇൻ ചെയ്യുകയും ചെയ്യുന്നത് വളരെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിപ്പോൾ ഷോൾഡറൊക്കെ നമുക്കിങ്ങനെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ചുമ്മാ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാക്ക് മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു 10 പ്രാവശ്യം മുന്നോട്ട്, ഒരു 10 പ്രാവശ്യം പുറകോട്ട്. അപ്പോൾ ഇവിടുത്തെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആകും. അങ്ങനെ പല പല ടെക്നിക്സുകളുണ്ട്. അത് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്നത്, PMR എന്ന് പറയും. അപ്പോൾ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. അത് വളരെ ഇപ്പോൾ ജോൺ ചേട്ടൻ കാണിച്ച വളരെ ഉപകാരമാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആൾക്കും എവിടെ വെച്ച് വേണം ചെയ്യാം. ഇപ്പോൾ ചെസ്റ്റ് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാം അല്ലേ. അല്ലെങ്കിൽ ശ്വാസം വലിക്കുന്നത്, ചുമ്മാ ശ്വാസം വലിച്ചു വിട്ടാലും മതി. ഇപ്പം ഇതെന്തോന്നും ചെയ്യാൻ പറ്റില്ല, ചുമ്മാ ശ്വാസം വലിച്ചു വിട്ടാലും ആ സ്ട്രെസ് ഒന്ന് കുറഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും. ഇപ്പം ഈ പിന്നെ നമുക്ക് വളരെ പവർഫുൾ ആയിട്ട് നമ്മൾ സെഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സെൻസറി മോഡുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും 5 സെൻസസ് ഉണ്ടല്ലോ. അപ്പോൾ ആ 5 സെൻസസിനെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള സെഷൻസൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സൈറ്റ്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്, ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ സെഷൻസിലൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ നടക്കാം. അതെ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം മറ്റൊരാൾ വിളിക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാമെന്നാണ് ജോണി ചേട്ടൻ പറയുന്നത്. നമുക്ക് ഇതേക്കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ ജോണി ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഡൈവോഴ്സുകൾ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നത്. എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഈ ഡൈവോഴ്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയതിനു ശേഷം മിക്കവാറും വീടുകളിൽ ഇപ്പോൾ ഈ കിഡ്സ് മിക്കവാറും അമ്മമാരുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ആ കിഡ്സിന് ഒരു ഫാദർ ഫിഗർ ഇല്ലാതെയായിരിക്കും അവർ വളരുന്നത്. ഒരു ഫാദർ ഫിഗർ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ആ വ്യക്തിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ട്, ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിനായിട്ട്, ആ വ്യക്തിയുടെ ഒരു ഫാമിലി, ആ പുള്ളിയുടെ ഒരു ഫ്യൂച്ചർ ലൈഫിനായിട്ട് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ല ഒരു ചോദ്യമാണ് ജിസ്. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കാണുന്നതാണ് സ്റ്റെപ്പ് ഡാഡ്, സ്റ്റെപ്പ് മമ്മ്, അങ്ങനെയുള്ള റെസ്പെക്റ്റ് കെയർ, ഇതെല്ലാം മലയാളികളെല്ലാം ഇപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഒരു ഫാദർ ഫിഗർ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന്, ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക്, സേഫ്റ്റിക്ക്, സെക്യൂരിറ്റിക്ക്. അപ്പോൾ ഒരു ഫാദർ പ്ലേ ചെയ്യുന്ന റോളുകളൊന്നും ഒരു പക്ഷേ അമ്മയ്ക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. അമ്മ റോൾ ചെയ്യുന്ന റോളുകൾ ഫാദറിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ 2 പേരുടെയും സപ്പോർട്ട് എന്ന് പറയുന്നത് നല്ല ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ടത്. നല്ല രീതിയിൽ ആ കുട്ടി അവൻ്റെ ഫ്യൂച്ചറിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിദ്യാഭ്യാസ രീതിയിലാകാം, അവൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണം, അല്ലേ. ഇങ്ങനെയുള്ള ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓൺഗോയിങ് ഫൈറ്റും ആർഗ്യുമെൻറ്റ്സും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ സ്ട്രെസ് ബിൽഡ് ചെയ്ത് വന്നിട്ട് ചിലപ്പോൾ അമ്മ അത് കുട്ടിയുടെ മേലിലാവും, അപ്പൻ അത് ഭാര്യയുടെ മേലിലാവും. അപ്പം ഇങ്ങനെ പല രീതികളിൽ വരുന്നത് കൊണ്ട് ആ ഒരു കുടുംബാന്തരീക്ഷം വളരെ നാശകോശമാവും. ഇതോടുകൂടി തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കാണുന്നതാണ്, ഒരുപാട് ന്യൂസുകളിൽ കേൾക്കുന്നതാണ്, ഒരുപാട് ഗ്രൂപ്പുകളിൽ ഡിസ്കഷനായിട്ട്, അതായത് നമ്മളോട് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ മിക്കവാറും വരുന്നത് നേഴ്സുമാരായിട്ടുള്ള ഫാമിലികളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്, മറ്റുള്ള പ്രൊഫഷണലെ കുറിച്ചല്ല പറയുന്നത്.
അവർ വന്നതിന് ശേഷം മിക്കവാറും നേഴ്സുമാരായിട്ട് വരുന്ന ലേഡീസായിട്ട് വന്നതിന് ശേഷം ജോലി കിട്ടുന്നത് PR കിട്ടി അവർ നാട്ടിൽ പോയി നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസമുള്ള ആണുങ്ങളെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു പക്ഷേ അവർ അതേ ട്രേഡിൽ തന്നെ അവർക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, ചെറിയ ജോലിയായിട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാളെ ഏതൊക്കെയാലും കുറച്ച് ഗീവപ്പ് ചെയ്യണം. പക്ഷേ അത് ഫ്യൂച്ചറിലേക്ക് ഒരു ഫിനാൻഷ്യൽ പ്രശ്നത്തിലേക്കായി മാറുകയും ഫാദറിന് കിട്ടേണ്ട ബഹുമാനമോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആ ഫാമിലി കൊടുക്കാതിരിക്കുകയും അതൊരു വലിയ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അവരൊരു ഈഗോയെ അത് ടച്ച് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും പല വീടുകളിലും അതൊരു വലിയ പ്രശ്നമായിട്ട് തീരുകയും അത് പിന്നെ ഡൈവോഴ്സ് ആയിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് നമുക്ക് അതൊരു വലിയ പ്രശ്നമായിട്ടാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും നേഴ്സസിന് കിട്ടുന്ന ഒരു പക്ഷേ ഉള്ള ആ ഒരു വരുമാനമോ ആ ഒരു രീതിയിലുള്ള ഒരു ജോലിയോ അനുയോജ്യമായ അവരവരുടെ പ്രൊഫഷനിൽ തന്നെയുള്ള ഒരു ജോലിയിലാണ് അവർ വരുന്നത്. പക്ഷേ പലപ്പോഴും ഹസ്ബൻഡ് നല്ല ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നാട്ടിലോ മറ്റ് രാജ്യത്തോ ആയിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. അത് മാനസികമായിട്ട് ആ വ്യക്തിയെ ഒലച്ചു കളയും. അതുകൊണ്ട് തന്നെ പങ്കാളിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, അക്നോളജ് ചെയ്യുന്നത് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും കുടുംബങ്ങളുണ്ട് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റും. രണ്ടാമത് ആ വ്യക്തികളെല്ലാം തന്നെ ഒരല്പസമയത്തെ കാര്യമേ ഉള്ളൂ. ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വരാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വ്യക്തി പതുക്കെ അവൻ്റെ കഴിവുകൾ കൊണ്ട് ചിലപ്പം ബിസിനസ് ആയിരിക്കും, ചിലപ്പം വേറെ ഏതെങ്കിലുമൊക്കെ അനുയോജ്യമായ ഫീൽഡിലേക്കൊക്കെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മാനേജരായിട്ടിരുന്നിട്ട് വേൾഡ് വിഷൻ ഓഫ് ന്യൂസിലൻഡിലേക്ക് പോയി അവിടുത്തെ ബ്രാഞ്ചിൽ പോയി ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയ പാർട്ടിയാണ്. ഭാര്യ പറഞ്ഞ് ഇപ്പം പെട്ടെന്ന് കൂടി അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, നല്ല പണിയൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല, എൻ്റെ ബ്രാഞ്ച് അവിടെ ഉണ്ട്, നീ ഉണ്ടായിരിക്കുന്നു പറഞ്ഞ് ഞാൻ കയറിപ്പോയ പാർട്ടിയാണ്. പക്ഷേ അവിടെ ചെന്ന് ആ ജോലികൾ ഫാക്ടറി ജോലികൾ തുടങ്ങിയ ജോലിയാണ്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്തിനാണ് ഈ അഭ്യാസം? വേണ്ടോ, നല്ല ജോലിയും ചെയ്ത് അവിടെ ഇരുന്നാൽ മതിയല്ലോ. പക്ഷേ അവിടെ നിന്ന് നമുക്ക് എൻ്റെ പങ്കാളിയുടെ, എൻ്റെ ഭാര്യയുടെ നല്ല ഒരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അതാണ് എന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പങ്കാളിയുടെ ഒരു വളരെ ശക്തമായ സപ്പോർട്ട് ഈ സാഹചര്യത്തിൽ വേണം. അല്ല, അത് വേറെ കാര്യമുണ്ട് കേട്ടോ. വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജറായിട്ട് അവിടെ ഇരുന്നു, പിന്നെ ന്യൂസിലൻഡ് വന്ന ജോലി ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഫീൽഡിൽ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അതാണ് ഓരോ സാഹചര്യങ്ങളിലും അനുയോജ്യമായ വഴികൾ ഉണ്ട്, തുറന്നു വരും. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട് മാത്രം ഇട്ടാൽ മതി. എല്ലാവരും യൂണീക്കാണ്. എല്ലാവരിലും ശക്തമായ ഒത്തിരി കഴിവുകൾ കിടപ്പുണ്ട്. ആ കഴിവുകൾ കണ്ടെത്തുക. എന്നെ സംബന്ധിച്ച് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഈ മെൻ്റൽ ഹെൽത്ത് ഞാൻ ന്യൂസിലൻഡിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ന്യൂസിലൻഡ് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അക്രഡിറ്റേഷൻ എടുത്തിട്ട് 2011 മുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രാജ്യത്തേക്ക് വന്നത് ഇങ്ങനെ ഒരു വലിയൊരു സാധ്യത. ഇപ്പോൾ ഞാൻ എൻ്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ബ്രദറുമായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ മൈൻഡ് കൂൾ എന്ന് പറയുന്ന ഒരു സംഘടന, അത് ഗ്ലോബൽ കൗൺസിലിംഗ്, ഈ ലോകത്ത് ഇപ്പം ഒത്തിരി യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് PTSD ഒക്കെ ഒത്തിരി അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൈൻഡ് കൂൾ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഇപ്പം എല്ലാ വ്യക്തികൾക്കും, ഇപ്പോൾ ഡിജിറ്റൽ കാലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും AI ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നമ്മൾ സ്കൂളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ ഞങ്ങൾ തുടങ്ങാൻ തന്നെ കാരണം സ്കൂളിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഉള്ള ഒരു സ്ട്രെസ്സ് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, അവരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സമയങ്ങളിൽ സാഹചര്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം നാട്ടിൽ ഞങ്ങൾ ഫ്രീ കൗൺസിലിംഗ് സപ്പോർട്ട് ഫോർ എക്സാം ഫിയർ, എക്സാമിനെ എങ്ങനെ മാനേജ് ചെയ്യുക, സ്ട്രെസ് മാനേജ് ചെയ്യുക, അവരുടെ ഇമോഷണൽ റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ കൗൺസിലിംഗ് 2 months അവർക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയും മറ്റ് സ്കൂളുകളിലേക്കൊക്കെ ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്ത് തുടങ്ങി. ഓസ്ട്രേലിയയിലെ സ്കൂളുകളിൽ നമുക്ക് ഈ വർക്ക് തുടങ്ങും. ഈ മൈൻഡ് കഫേ എങ്ങനെ പോകുന്നു? മൈൻഡ് കഫേ ഇപ്പം നമ്മൾ ഒരു 2 സെൻ്ററാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മൈൻഡ് കഫേ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഓവർ എ കപ്പ് ഓഫ് കോഫി ദേ ക്യാൻ ഓപ്പൺ അപ്പ്. അവർക്കൊരു ഇമോഷണൽ വെൽബീങ് കോർണർ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിപ്പോൾ ലിംബ്രൂ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്.
ക്രാൻബൺ വെസ്റ്റിൽ മെറിൻഡ പാർക്ക് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഓഗ്രോ കമ്മ്യൂണിറ്റി സെൻറ്റർ നാരവാരൻ സൗത്തിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സൗത്ത് ഈസ്റ്റ് മെൽബണിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരു കാപ്പിയും കുടിച്ച് ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. പിന്നെ അതേപോലെ അവിടെ എന്തോ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം 2014 മുതൽ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് കൂടുതലായിട്ടുള്ള കുട്ടികൾ ഈ പ്ലേസ്മെൻറ്റിനായിട്ട് വരുന്നത്. കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ട് ഒരു 10-30 കുട്ടികൾ നമ്മൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് 8 കോഴ്സുകൾക്കാണ്. സെറ്റ് ഫോർ ഡിസബിലിറ്റി, സെറ്റ് ഫോർ മെൻ്റൽ ഹെൽത്ത്, ഡിപ്ലോമ ഇൻ കമ്മ്യൂണിറ്റി സർവീസ്, ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ്, റീഹാബ് കൗൺസിലിംഗ്, ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. അപ്പം ഇത്രയും സൈക്കോളജി. അപ്പം ഇങ്ങനെയുള്ള കോഴ്സുകളിൽ അവർക്കെല്ലാവർക്കും തന്നെ പ്ലേസ്മെൻറ്റ് ആവശ്യമുണ്ട്. കാരണം അവർക്കെല്ലാവർക്കും അറിയണം എങ്ങനെയാണ് കൗൺസിലിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എന്നാൽ കഴിയാവുന്ന ഒരു സഹായം ആ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോണി ചേട്ടനെ വിളിച്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സംസാരിക്കാനായിട്ട്, അത് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള കൗൺസിലറാണ്. 2011 മുതൽ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കാരണം എല്ലാ ഫാമിലികളും നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് നാണക്കേടാണ് ഒരു കൗൺസിലറുടെ അടുത്ത് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വട്ടായെന്നാണ് നമ്മുടെ വിചാരം. നാട്ടുകാരെന്ത് വിചാരിക്കും, എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ കഴിവില്ലാത്തവനാണ്, അതുകൊണ്ടാണ് നമ്മൾ കൗൺസിലറുടെ അടുത്ത് പോകുന്നതെന്നാണ്. പക്ഷേ ശരിക്കും അതല്ല. നമുക്ക് ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷക്കുറവ് വന്നാലും കൗൺസിലറെ തുടക്കത്തിൽ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം അത് വേണ്ട രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും നഷ്ടപ്പെടാതെ നമുക്ക് സന്തോഷപൂർണ്ണമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒരു കാര്യം ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് ജിസ്, മെൻ്റൽ ഹെൽത്ത് അല്ല മെൻ്റൽ ഇൽനെസ്, രണ്ടാണ്. ആണോ? അപ്പോൾ മെൻ്റൽ ഇൽനെസ് അല്ലല്ലോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പം മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ മെൻ്റൽ ഇൽനെസ്സിലേക്ക് ലീഡ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഏർലി ഇൻ്റർവെൻഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പോകാനായിട്ട് ഉള്ള ഒരു വഴി ഉണ്ടാകത്തില്ല. തുടക്കത്തിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടുകൾ തേടണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒത്തിരി സപ്പോർട്ടുകൾ അവൈലബിൾ ആണ്. അതെ, നമ്മൾ പറയുമല്ലോ, രോഗം ഉണ്ടായിട്ട് ചികിത്സിക്കുന്ന രോഗത്ത് ഉണ്ടാകാതിരിക്കുക. അത് തന്നെയാണ് ജോണി ചേട്ടനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ തന്നെ സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് പറയുന്നതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നത്. അല്ലാതെ ഉള്ള ആൾക്കാർ കൂടി ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ജോണി ചേട്ടൻ അതിന് വേണ്ടിയായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടൂൾസുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട്, അതിനുവേണ്ട ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ഇപ്പം ഈ എന്താ പറയുക, യോഗ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജോണി ചേട്ടനെ വിളിക്കാവുന്നതാണ്. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. അത് നമുക്ക് നന്നായിട്ടായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാവരുടെ ജീവിതവും യൂണീക്കായിട്ടുള്ളതാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനായിട്ട് നമ്മൾ റൺ ചെയ്യുന്ന സ്മാർട്ട് ലൈഫ്, അപ്പോൾ അത് ആൾക്കാരുടെ ലൈഫിനെ എങ്ങനെ സ്മാർട്ടാക്കാം എന്നുള്ളതാണ്. സ്മാർട്ടായിട്ട് ഏതൊക്കെ മേഖലകളിൽ, അപ്പോൾ എനിക്കറിയാം ജിസ് ഒത്തിരി വീഡിയോകൾ ഫിനാൻഷ്യലി സ്മാർട്ടാകാനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വൺ ഓഫ് ദ കമ്പോണൻറ്റേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ സ്മാർട്ട്നെസ് പോലെ തന്നെ നമുക്ക് എങ്ങനെ ഇൻ്റലക്ച്വലി സ്മാർട്ടാകാം അല്ലേ, എങ്ങനെ നമുക്ക് സോഷ്യലി സ്മാർട്ടാകാം, എങ്ങനെ നമുക്ക് ഡിജിറ്റലി സ്മാർട്ടാകാം. അപ്പോൾ ഇങ്ങനെ ഒരു 7-8 മേഖലകളിലുള്ള എല്ലാ സ്മാർട്ട് ഏരിയകളെയും നമുക്ക് ടച്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്യാനാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് മൈ സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്ന രീതിയിൽ നടത്തുന്നത്. പിന്നെ ഡിസബിലിറ്റി ഉള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ലൈഫ് ഓസ്ട്രേലിയ 2019 നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ ആ ഡിസബിലിറ്റി മേഖലയിൽ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടീം ഓഫ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട്. നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ പെണ്ണുങ്ങൾക്ക് കൺവീനിയൻറ്റ് പെൺകുട്ടികളോട് തന്നെ സംസാരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ലേഡി കൺസുലേറ്റ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ കൺവീനിയൻസ് ചെയ്യാം. ചിലപ്പോൾ ഒരുപക്ഷെ ആ ജെൻഡർ ബയാസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അതിലൊരു സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, ഡയറ്റീഷ്യനുണ്ട്, ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ടീം ഓഫ് സപ്പോർട്ട്സ് നമുക്ക് അവരുടെ മാനസികാരോഗ്യ രഹിതത്തിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ആരും സങ്കടപ്പെട്ട് ജീവിക്കാൻ പാടില്ല. സന്തോഷത്തോടുകൂടി ഇരിക്കണം, സമാധാനത്തോടുകൂടി ഇരിക്കണം, സംതൃപ്തിയോടുകൂടി ഇരിക്കണം. ഈ 3 സായും പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട. സന്തോഷം വേണം, സമാധാനം വേണം, സംതൃപ്തി വേണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. വേറെ വലിയ പുരോഗതിയൊന്നുമില്ല.
സന്തോഷമുണ്ടോ? ബാക്കി എല്ലാ കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിൽ വന്നോളൂ. ഇല്ല, സന്തോഷകരമായ ഒരു കുടുംബം ഉണ്ട് എങ്കിൽ സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും. അപ്പം ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ എനർജി ചാനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈവോഴ്സും സെപ്പറേഷനും കുട്ടികളുടെ വഴക്കും ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ചാനലൈസ് ചെയ്യേണ്ട എനർജി ഡൈവേർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലേക്കാണ് അത് ചാനലൈസ് ചെയ്യേണ്ടത്, അത് ആ രീതികളിലേക്ക് ചാനലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജോണി ചേട്ടൻ്റെ നമ്പർ ഇവത്തെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കുക, ചെറിയ പ്രശ്നങ്ങളുള്ളതിലും അങ്ങ് വിളിച്ചേക്കുക. അപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്, നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ലൈഫും ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.